ഇന്നത്തെ ദിവസത്തെ കുടുംബശ്രീ അത് ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ഈ പറയുന്നത്. അത് ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം ഈ എപ്പിസോഡ് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഇഷ്ടംപോലെ പേര് കമൻറ്റ് സെക്ഷനകത്ത് എന്താണ് ആപ്പ് കിട്ടുന്നില്ല, ഒരു സീരിയലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം കുടുംബശ്രീ ക്ഷേത്രയുടെ ഈ എപ്പിസോഡ് പറയുന്നത്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടർന്ന് തന്നെ കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്താണ് ശാലിനിയും കൊണ്ട് വരുന്ന സത്യഭാമയ്ക്കായിട്ടുള്ള കാത്തു നിൽപ്പാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസ് ഷെയർ ആരും മറക്കണ്ട കേട്ടോ. ഇനി ഇതുപോലെ ഡെയിലിയുള്ള എപ്പിസോഡ് വേണമെങ്കിൽ അത് വേണ്ട ദിവസം വരെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ അതുവരെ ഇടാം കേട്ടോ. എന്താണ് സത്യഭാമ വന്നിട്ട് ചാടിക്കടിച്ച് സംസാരിക്കുന്ന ഒന്നുമേ മനസ്സിലാകുന്നത്. അമ്മ എന്തൊക്കെയാച്ചാ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നത്. എടാ നിനക്കെന്നല്ല ആർക്കും എന്നെ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നത് സത്യഭാമ തുടങ്ങി. കാരണം ഇപ്പം നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാൻ, പക്ഷേ ഒരു കാലത്ത് നിങ്ങൾ എല്ലാവരും പറയും ഈ സത്യഭാമ, അതായത് നിൻ്റെ അമ്മയാണ് ശരിയെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാലം വരും. പിന്നെ മോനെ നിന്നെ രക്ഷപ്പെടുത്തിയത്, ഭാവിയിൽ നിനക്ക് നേരെ വരാനിരിക്കുന്ന വലിയൊരു ചോദ്യത്തിന് നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി മാറ്റി തന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയെന്നങ്ങ് നീ കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്. എടാ വിഷ്ണു, നിൻ്റെ ഒരാളുടെ സങ്കടം കണ്ടിട്ട് നിനക്ക് ശാലിനിയെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന നിൻ്റെ സങ്കടം മാത്രം കണ്ടിട്ടാണ് ഇന്ന് ഞാൻ ശാലിനിയോട് പോയി അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനായി ഞാൻ നല്ലപോലെ പോയി സംസാരിച്ചു. എന്നിട്ട് അവൾ എന്നോട് എന്താ ചെയ്താൽ, അവൾ എന്നെ കുത്തി നോച്ചു. നിൻ്റെ വേദന കാണാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവൾ എന്നെ വേദനിപ്പിച്ച് വിട്ടെന്ന് പറഞ്ഞാൽ സത്യമാം ഭയങ്കരമായിട്ട് തുടങ്ങും. അപ്പോഴത്തേക്ക് അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, ശാലിനി അമ്മ വേദനിപ്പിച്ചോ, അതെങ്ങനെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് ഒരു രീതിയിൽ മനസ്സിലാവുന്നത്. സത്യഭാമ പറയുന്നത് വിഷ്ണുവിന് വിശ്വാസം പോലും. അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, അമ്മ എനിക്ക് സത്യങ്ങളൊന്നും പറയുന്നെങ്കിൽ പറ, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി എന്താ കാര്യം അന്വേഷിച്ച് ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം എടുത്തോളാം. ഇനിയിപ്പോൾ നിങ്ങൾ ആരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന് വിഷ്ണു കടുത്ത ഭാഷ പറയുമ്പോൾ നമ്മുടെ രാഘവേട്ടൻ പറയുവാണ്, എടാ നീ കാര്യം അറിയാതെ ചാടി കളിക്കരുത് കേട്ടോ. സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാതെ നീ നിൻ്റെ തന്നെ ഇഷ്ടത്തിന് ഒരു തീരുമാനം എടുത്താൽ പിന്നെ വിഷ്ണു കാര്യം അറിയാതെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അത് ഒരു കാലത്തും തിരുത്താൻ പറ്റത്തില്ല കേട്ടോ. അത് നീ ഓർക്കണം എന്ന് പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് സന്തോഷമാണ്. സത്യഭാമ വിചാരിക്കുന്നത്, രാഘവേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തങ്ങ് സംസാരിക്കണം, ഇപ്പോഴെങ്കിലും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തോന്നിയല്ലോ. മരുമകളുടെ ആ ഒരു ഭാഗത്തേക്ക് സപ്പോർട്ട് പിടിക്കുന്നത് വിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ആശ്വസിക്കുമ്പം ഈ രാഘവേട്ടൻ അങ്ങ് പൊടിച്ചു കൊടുക്കും. അപ്പം ഇത് കേട്ട് വിഷ്ണു ഞെട്ടി നിൽക്കുകയാണ്. കാരണം അത് അച്ഛൻ എന്തുകൊണ്ട് ശാലിനി തന്നെ കുറ്റം പറയുവാണോ എന്നൊക്കെയപ്പം നമ്മുടെ രാഘവേട്ടൻ പറഞ്ഞു, എടാ തെറ്റ് മൊത്തം നിൻ്റെ അമ്മയുടെ ഭാഗത്ത് തന്നെ, അല്ലാതെ പിന്നെ ആരാളെ സഹിക്കുന്നത്, ഏതൊരു അമ്മ സഹിക്കും, ഏതൊരു മുത്തശ്ശി സഹിക്കും. സത്യമോളെ കൊണ്ടുവന്ന് ഒരു അനാഥാലയത്തിൽ വിടാൻ വേണ്ടി പറയുന്നത് ഏതെങ്കിലും പെറ്റമ്മ സഹിക്കത്തില്ല. ഇതാ രോഹിതും ശ്യാമ നിൽക്കുന്നത്, അവരോട് പപ്പയമോളെ കൊണ്ടുവന്ന് ഒരു അനാഥാശ്രമത്തിൽ വിടാൻ പറഞ്ഞാൽ അവർ സഹിക്കുമോ? ഇല്ലല്ലോ. രോഹത്തെ നീ വിടുവോടാ, ശ്യാമ നീ വിടുവോ? വിടത്തില്ല. അങ്ങനെ ഉള്ളപ്പം എന്തിനാണ് ഇവള് കയറി അങ്ങനെ പറയാൻ പോയത്? അങ്ങനെ പറഞ്ഞാൽ ഷാനി പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമോ? ഏതെങ്കിലും ഒരു മുത്തശ്ശിക്ക് അത് കേട്ട് സഹിച്ച് നിൽക്കാൻ കഴിയുമോ? അത്രേ അവിടെ നടന്നുള്ളൂ. അല്ല നിൻ്റെ അമ്മ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ തന്നിട്ട് വിഷ്ണുവിൻ്റെ സത്യങ്ങൾ പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക്, എടാ ഞാൻ പറഞ്ഞ എന്താ തെറ്റ്? വല്ലവനും ജനിച്ച കൊച്ചിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ സത്യഭാമയുടെ കൊച്ചുമകളായിട്ട് എൻ്റെ ചിലവ് കൊടുത്ത് ഞാൻ വളർത്തണോ? അതിനൊന്നും പറ്റത്തില്ല എന്ന് സത്യഭാമ പറയുമ്പോൾ അമ്മ എന്ത് കാണിക്കുന്നത്? എനിക്കറിയാം നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവിടെ പോയത് തന്നെ എന്താണ് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമേ പോയിരുന്നു എന്ന് സത്യഭാമയ്ക്ക് നേരെ ഭയങ്കര കടന്നങ്ങ് അലയ്ക്കുവാണ് വിഷ്ണു. രാമ മനസ്സിൽ ചിന്തിക്കുക, സത്യാമ്മയെ നിങ്ങൾ എന്ത് വലിയ മഹാപാവം ചെയ്യുന്ന അറിയോ? സ്വന്തം കൊച്ചുമോൾ, അതും സ്വന്തം മകൻ്റെ മകൾ, അവളെയാണ് കൊണ്ടുവന്ന് അനാഥാലയത്തെ ആക്കാനായിട്ട് നിങ്ങൾ പറയുന്നത്. അവൾക്ക് വേണ്ടി ചിലവാക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ കണക്ക് പറയുന്നത്. നിങ്ങൾ അറിയാതെ ആണല്ലോ ഇത്രയും വലിയ മഹാപാവം ചെയ്യുന്നത്. ഈ മഹാപാവക്ക് നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് കഴിവെന്ന് പറഞ്ഞ് ശ്യാമ മനസ്സിലെത്തിയോ? എന്തിന്? എൻ്റെ മകളായി ഞാൻ വളർന്ന പപ്പിമോൾ പോലും വിഷ്ണുവേട്ടൻ്റെ മോളാണ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലോ സത്യാമ്മയെ. നിങ്ങൾ ഇതൊക്കെ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഈ തെറ്റൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെയൊക്കെ പശ്ചാത്താപം നിങ്ങൾ തേടുന്നതിന് ശ്യാമ മനസ്സിൽ ചിന്തിക്കുക. അപ്പം സത്യഭാമ വീണ്ടും എന്താണ് സത്യമോളെക്കുറിച്ച് തന്നെ പറയാം, എടാ നിൻ്റെ പുന്നാര ശാലിനിയുടെ ആ സത്യമോളുണ്ടല്ലോ, അവളെക്കുറിച്ച് നിനക്ക് വല്ല അറിയോ? ഇത്രമാത്രം ശാലിനിയെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നിന്നോടെങ്കിലും അവൾ അതിന് സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണടാ ഒരു കൊച്ചിനെ എൻ്റെ വീട്ടിൽ കയറ്റി വന്ന് താമസിക്കുന്നത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷമ അറിയോ, എൻ്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി തന്നെ കുഞ്ഞിച്ച് എന്താണ് ഈ സത്യങ്ങളൊന്നും പുറത്ത് പറയാത്ത, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലെന്നും നമ്മൾ ക്ഷമ ഒരറ്റം പറയുന്നുണ്ട്, മനസ്സിൽ തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, എന്താണെന്ന് പറയാം, ബാമേ നീ ചെയ്യുന്നതൊക്കെ നിനക്ക് എന്താണ് വലിയ നാശങ്ങളെ ഉണ്ടാക്കി വയ്ക്കത്തുള്ളൂ. കാരണം നിനക്ക് കയ്യിൽ ഒരു അധികാരം ഉണ്ടെന്നുള്ളതിൻ്റെ അഹങ്കാരമാണ് നീ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിൻ്റെ അഹങ്കാരം മാത്രം ഭാവേ. നിനക്ക് മനുഷ്യന്മാരോട്, എടാ നിൻ്റെ അമ്മയ്ക്ക് മനുഷ്യന്മാരോട് മനസ്സമാധാനത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക ഇങ്ങനെ വെച്ച് സംസാരിക്കും നിൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്ന് പറയുമ്പോൾ എനിക്കറിയാം അമ്മയ്ക്ക് എൻ്റെ സന്തോഷമൊന്നുമല്ല വല്ല, അമ്മയ്ക്ക് ഇപ്പോഴും നിങ്ങളുടെ വാശന വല്ല. എന്നാൽ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നിൻ്റെ കയ്യിലുണ്ട്. സത്യമോളെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സത്യമോളെക്കുറിച്ച് എനിക്ക് അറിയണമേ, സത്യമോൾ ആരാന്നുള്ള കാര്യത്തിനെക്കുറിച്ച് എനിക്കറിയണം. പക്ഷേ അത് എനിക്ക് ശാലിനിയോട് വിശ്വാസക്കുറവ് ഉണ്ടായിട്ടൊന്നുമല്ല. ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കൂടെ തന്നെ ശാലി വേണം, എൻ്റെ കൂടാണ് ഷാനി ജീവിക്കണം. അമ്മ ഒന്നും എൻ്റെ അടുത്ത് പറയണ്ട, ഞാൻ തന്നെ പോയി ഷാനിയെ കൂട്ടിക്കൊണ്ടു. എടാ നീ എന്നെ ധിക്കരിച്ചിട്ട് ഷാനിയെ തിരിച്ചു വിളിക്കാൻ പോകണോ? അമ്മ ഇതിൻ്റെ പേര് ധിക്കാറൊന്നുമില്ല. എൻ്റെ ജീവിതത്തിന് വേണ്ടി എനിക്ക് കൂടെ ഷാനി ഉണ്ടായേ പറ്റത്തുള്ളൂ. വിഷ്ണു ജീവിച്ചിരിക്കണമെങ്കിൽ ഷാനി എൻ്റെ കൂടെ വേണം. അതിന് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങാൻ. എടാ നീ ചെയ്യുന്ന വലിയ തെറ്റാണ്, അതിൻ്റെ ഭവിഷ്യത്തൊക്കെ നിൻ്റെ ജീവിതകാലം മൊത്തം നീ ഇതുകൊണ്ട് തന്നെ കണ്ണീര് കുടിക്കാൻ വന്നു.
അമ്മ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഞാൻ ഇപ്പം ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുക. അമ്മ എനിക്ക് തന്നതിന് ജീവിതം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയല്ലേ. അതിനേക്കാളും വലുതൊന്നും വന്ന് ചേരാനില്ല. അതുകൊണ്ട് തന്നെ ശാലിനിയെ തിരിച്ച് കൊണ്ടുവരാൻ തന്നെ പോകണം. അമ്മ ഇതിന് ഇനി എന്തൊക്കെ തർക്കിച്ചിട്ടും കാര്യമില്ലെന്ന് വിഷ്ണു എന്താണ് അമ്മയായിട്ട് വഴക്കൂടി ശാലിനി അന്തസ്സോടുകൂടി വിളിച്ചുകൊണ്ട് വരാൻ അമ്മയെ അടിപൊളിയായിട്ട് തോൽപ്പിച്ചുകൊണ്ടാണ് വിഷ്ണു എന്താണ് ബൈക്ക് എടുത്തിട്ട് ശാലിനിയുടെ വീട്ടിലേക്ക് പോകുന്നത്. വിഷ്ണു ആണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് പോകുന്നത് കാണുന്നത് നമ്മുടെ സത്യഭാമ പറയുകയാണ്, ഈ വീട്ടിൽ ഞാനോ ഷാനിയോ അതിലാരാ ഇവിടെ എന്ന് ഞാൻ ഇന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നിട്ട് സത്യഭാമ എന്നാലും കച്ചയും മുറുക്കി വീണ്ടും യുദ്ധത്തിന് തന്നെ നിൽക്കുന്നേ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണ് വരുന്ന വഴിയിലൊക്കെ ശാലിനിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തി. അവൻ കാണിക്കുന്ന ശാലിനി ആണെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ഒരു സോഫയ്ക്കകത്ത് സങ്കടപ്പെട്ട് കിടന്നിട്ട് ആലോചിക്കുന്ന കാര്യം ശ്യാമയുടെ കയ്യിൽ ശ്യാമയുടെ താലി എന്താണ് ശ്യാമ ഊരി എന്താണ് കുഞ്ഞേച്ചി വെച്ചോ, കുഞ്ഞേച്ചി തന്ന ജീവിതം ഞാൻ കുഞ്ഞേച്ചിക്ക് തന്നെ തിരിച്ചു തരുമോ എന്നൊക്കെ പണ്ട് വന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞപ്പം തിരിച്ച് ശ്യാമയുടെ താലി കൈ വെച്ച് കൊടുത്തിട്ട് നിൻ്റെ ജീവിതം ഞാൻ കാരണം ഒരു വിധത്തിൽ നശിക്കത്തില്ല, എൻ്റെ ജീവിതം പോയാലും വേണ്ടിയില്ല എന്ന് ശാലിനി ഒരു വാക്ക് ശ്യാമയ്ക്ക് കൊടുത്തില്ലേ. ആ വാക്കാണ് ശ്യാമയെക്കുറിച്ചുള്ള രീതിയിൽ ശാലിനി അവിടെ ഓർത്തുകൊണ്ടാണ് അതിൽ സങ്കടപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ ഈ ശാലിനിയാണെങ്കിൽ ഇത്രയും സങ്കടപ്പെട്ട് കിടക്കുകയാണ് ശ്യാമയ്ക്ക് കൊടുത്ത വാക്ക് ആലോചിച്ചു. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ശാരദാമ്മ ഹാളിലേക്ക് വരാൻ നിൽക്കുമ്പോൾ കറക്റ്റ് വിഷ്ണുവിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുക. വിഷ്ണുവിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശാരദാമ്മയുടെ സീറ്റിലേക്ക് ആദ്യം പോകുന്നത്. പിന്നെ അതിൻ്റെ പിറകെ തന്നെ നമ്മുടെ ശാലിനിയും വന്നു കഴിഞ്ഞ്. അപ്പോൾ ശാരദാമ്മ വിഷ്ണുവിനെ കണ്ടത് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, വിഷ്ണു എന്താ ഈ സമയത്ത് ഇവിടെ എന്നാ ചോദിക്കുന്നത്. അത് ഇച്ചിരി കർക്കശമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ, ഇച്ചിരി കടുത്ത ഭാഷ. അപ്പോഴത്തേക്കും വിഷ്ണു ചിന്തിക്കുമോ ഇതെന്താ ശാരദാമ്മ ഈ ഒരു ടോണിൽ സംസാരിക്കുന്നത്. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, ശാരദാമ്മ എന്നെ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നേ, എൻ്റെ കൂടെ ജീവിക്കാനായി ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതെന്ന് പറയുമ്പം ശാരദാമ്മ പറയുന്നത്, വിഷ്ണു മോൻ ഇങ്ങനെ അല്ല എന്നല്ലോ പറഞ്ഞത്. വിഷ്ണു പറഞ്ഞു തന്നത് അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നല്ലേ. എന്നിട്ടെന്താ ശാരദാമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ വന്നിട്ട് സംഭവിച്ച കാര്യമൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാവുന്നില്ല. അത് ഞാൻ വീണ്ടും എടുത്ത് പറയണ്ടല്ലോ. അത് വീണ്ടും വിഷ്ണു പറയണ്ട. നിൻ്റെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ അമ്മ ഇവിടെ വന്ന് ചെയ്ത് എന്തൊക്കെയാണെന്നറിയോ. എനിക്കറിയാം സത്യാമ്മയ്ക്ക് നിന്നോടുള്ള സ്വാർത്ഥ താല്പര്യം എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ സത്യാമ്മയ്ക്ക് തൻ്റെ മകനോട് എന്തുമാത്രം സ്വാർത്ഥതയുണ്ടോ പോലെ തന്നെ എൻ്റെ മകളോടും എനിക്ക് സ്വാർത്ഥ താല്പര്യം, അതുപോലെ തന്നെ സ്വാർത്ഥമായ സ്നേഹം എനിക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ ശാലിനിയുടെ കാര്യം ചിന്തിക്കണ്ടേ. ഒരു സംശയത്തിൻ്റെ നിഴലിരിക്കുമ്പോൾ സത്യമോളെ കൊണ്ടുവന്ന് അനാഥാശ്രമത്തിൽ വിടാൻ പറഞ്ഞ നിൻ്റെ അമ്മയുടെ കൂടെ എങ്ങനെയാണ് ശാലിനിയെ മാത്രം എനിക്ക് പറഞ്ഞു വിടാൻ കഴിയുന്നത്. ഏത് അമ്മയ്ക്ക് അതിന് പറ്റും. അതുപോലെ അവൾക്കും അവളൊരു അമ്മയല്ലേ. സത്യം മാത്രമല്ലേ ലോകത്തൊരമ്മ. ഞാനും ഒരു അമ്മയാണ്. എനിക്ക് എൻ്റെ കൊച്ചുമോളോടും അതുപോലെ തന്നെ സ്വാർത്ഥമായ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ ഈ വട്ടം എൻ്റെ കൊച്ചുമോളെ തോറ്റു കൊടുക്കാൻ ഞാൻ വിടത്തില്ല. സത്യാമ്മ ഇന്ന് വരെ എന്നെ പലവട്ടത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. പലവട്ടം എൻ്റെ കണ്ണീർ നിന്ന് എന്താണ് കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട്. കണ്ണീരല്ല മോനെ, പലവട്ടം നിൻ്റെ വീട്ടുമുറ്റത്തൊന്ന് യാചിച്ച് ഓരോ സമയത്ത് നിൻ്റെ അമ്മ എന്നെ ആക്ഷേപിച്ചിറക്കി വിട്ടതിനകത്ത് എൻ്റെ കണ്ണീന്ന് വീണത് കണ്ണീരല്ല ചുടു ചോര തന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിഷ്ണു അവിടെ തകർന്ന് നിൽക്കുകയാണ്. ശാലിനിയുടെ കണ്ണിൽ നിന്ന് അപ്പോഴത്തേക്കും കണ്ണീര് ഒഴുകി തുടങ്ങി കഴിഞ്ഞു. കാരണം ഇതൊക്കെ ഈ ഭയങ്കര ഇമോഷണലായിട്ടാണ് ശാരദാമ്മ ഈ പറയുന്നതൊക്കെ. വിഷ്ണു പറയുകയാണ്, ശാരദാമ്മയ്ക്ക് മനസ്സിലായിക്കൂടെ അമ്മയുടെ സ്വഭാവം. അത് ഇന്ന് ഇന്നലെ ഒന്നുമില്ല. അമ്മയുടെ സ്വഭാവം പണ്ട് ഇങ്ങനെയല്ലേ. എന്തിനെടുത്താലും വഴക്കൂടാൻ മാത്രമേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. ശാരദാമ്മ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഷാനി എൻ്റെ കൂടെ പറഞ്ഞു വിടുക. പിന്നെ ശാരദാമ്മ ഇവളും സത്യങ്ങളൊന്നും തന്നെ തുറന്ന് പറയുന്നല്ലോ. ഞാൻ രണ്ടുപേരെ നടുക്കല്ലേ നിൽക്കുന്നത്. അമ്മയുടെ ചോദ്യങ്ങൾക്ക് ഇവളും ഇന്ന് വരെ ഉത്തരം തന്നില്ല. അപ്പോഴേക്കും ശാരദാമ്മയുടെ എന്താണ് ആ ഒരു ഭയങ്കര പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാശിയുണ്ടല്ലോ, ആ വാശി മെല്ലെ അങ്ങ് തമിഞ്ഞ്. കാരണം സത്യങ്ങൾ ഇനിയും ശാലിനി തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മോനെ ഈ സംശയത്തെ നിഴൽ സത്യാമ്മയുടെ വീട്ടിലേക്കല്ലേ നീ ഇവളെ വിളിച്ചുകൊണ്ട് വന്നത്. സത്യാമ്മയുടെ വീട്ടിൽ എങ്ങനെ എൻ്റെ മകൾ സ്വസ്ഥമായി സുരക്ഷിതമായി ജീവിക്കുന്നു എനിക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല. നിൻ്റെ വീട് എന്ന് പറയുമ്പോൾ സത്യാമ്മയുടെ വീട്. ആ വീട്ടിൽ ആര് താമസിക്കണം വേണ്ട തീരുമാനിക്കുന്ന വ്യക്തി ഞാനോ നീയോ ഒന്നും അല്ല വിഷ്ണു. ആ തീരുമാനിക്കുന്ന വ്യക്തി നിൻ്റെ അമ്മ സത്യഭാമ തന്നെയാണ്. ആ വീട്ടിൽ എങ്ങനെയാണ് ശാലിനിക്ക് മനസ്സമാധാനത്തിൽ കഴിയാൻ പറ്റുന്നത് അത് നീ ഒന്ന് പറ. അതിനുള്ള ഉറപ്പ് തരാൻ വിഷ്ണുവിന് പറ്റുമോ. പറ്റത്തില്ലല്ലോ മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് വിഷ്ണു എന്നാണ് ശാരദാമ്മയുടെ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നേരെ ശാലിനി പറയും, ഷാനി എനിക്ക് തന്നെ അടുത്ത് വിശ്വാസക്കുറവുണ്ടായിട്ടില്ല. താൻ സത്യമോളെ കുറിച്ചുള്ള സത്യങ്ങൾ എന്നോട് പറ ഷാനി. നീ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടം കൊണ്ട് സോൾവ് ആക്കാമല്ലോ എന്ന് പറഞ്ഞാൽ വിഷ്ണു പറയുമ്പോഴത്തേക്കും ഷാനി അവിടെ നിന്ന് കരയുന്നല്ലാതെ ഷാനി ഒന്നും പറയില്ല. ഷാനി ഞാൻ നിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വെറും വാക്ക് പോലെ ഉള്ളിത്തട്ടാതെ പറയുന്ന കാര്യമല്ല. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതല്ല. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് അത്രമാത്രം നിന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഷാനി. എനിക്ക് എന്നെക്കാളും നിന്നെ വിശ്വാസം. മോളെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അവരെ ബോധ്യപ്പെടുത്താണ് നീ എന്താണ് ഞാൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് പരസ്പരം അറിഞ്ഞാൽ പോരെ. ഷാലിനി നിൻ്റെ സത്യസന്ധത നീ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആവശ്യമില്ല. അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരം പറയാൻ വയ്യെങ്കിൽ അതും വേണ്ട. പക്ഷേ നീ എൻ്റെ കൂടെ ജീവിക്കണം. വിഷ്ണു ആണെങ്കിൽ നമ്മുടെ ശാലിനിയത്തെ പറയുന്നത് നീ ഇല്ലാതെ ഇതുപോലെ തന്നെ എൻ്റെ ജീവിതം വീണ്ടും ഇതുപോലെ അങ്ങ് ഇരുട്ടടഞ്ഞ പോലെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഷാനിയോട് പറയുമ്പോൾ നമ്മുടെ ശാരദാമ്മ കയറി ഇടപെടുവാണ്. ഷാലിനി വരത്തില്ല വിഷ്ണു, ഷാലിനി വരത്തില്ല. ഷാലിനി വന്നെങ്കിൽ ഷാനിയുടെ കൂടെ തീർച്ചയായിട്ടും സത്യമോളും കാണും. സത്യമോളെയും കൊണ്ട് ഷാലിനിയായിട്ട് നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ അത് സത്യാമ്മ വന്ന് ഷാലിനിയും സത്യമോളും ഒരുപോലെ അംഗീകരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന ദിവസത്തേക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ വട്ടമെങ്കിലും
ഇത് അമ്മയുടെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കോ. ഇന്ന് വരെ ഈ അമ്മ ഈ സ്വരം മാറി സംസാരിച്ച് നീ കേട്ടില്ലോ. അങ്ങനെ ഒന്ന് സ്വരം മാറിയപ്പം തന്നെ നിനക്കത് വല്ലായ്മ തോന്നിയില്ലേ? അതുപോലെ പലവട്ടം നിൻ്റെ അമ്മയുടെ വാക്കുകളും കുത്തുവാക്കുകളും കേട്ട് ഒത്തിരി മാത്രം വേദനിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ ശാരദ എന്ന് പറയുന്നത്. അതൊക്കെ ശീലമായി പോയി. പക്ഷേ എന്ന് പറഞ്ഞാൽ ശാരദയുടെ കൊച്ചുമോൾ സത്യയുടെ ജീവിതത്തിൽ വീണ്ടും സത്യാമ്മയുടെ ഈ കുത്തുവാക്കുകൾ പാടില്ല. അങ്ങനെ പാടില്ലെങ്കിൽ ശാലിനിയും സത്യമോളെയും ഒരുപോലെ സത്യാമ്മ അംഗീകരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന ദിവസത്തിനകത്തല്ലാതെ ശാരദ ഒരിക്കലും ശാലിനി ഇവിടെ നിന്ന് പറഞ്ഞു വിടത്തില്ല. അങ്ങനെ എൻ്റെ മകൾ ഇറങ്ങുന്നെങ്കിൽ നീ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ആരും ഈ അമ്മയെ ജീവനോടെ കാണത്തില്ല. ശാരദാമ്മ എന്താണ് ഭയങ്കര ഒരു കടുത്ത ഭാഷയ്ക്കകത്ത് തീരുമാനം പറയുമ്പോൾ വിഷ്ണുവോടെ തകർന്നു പോകും. കാരണം വിഷ്ണുവിന് ശാരദാമ്മയടുത്തൊന്നും പറയാൻ പറ്റില്ല. ശാലിനിക്കും ആ വാക്കിനെ മാറി വേറൊരു വാക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വിഷ്ണു സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ശാലിനി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും ശാരദാമ്മ ഒരു നിസ്സഹായ അവസ്ഥ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ സത്യഭാമയുടെ വീടാണ്. സത്യഭാമയുടെ വീട്ടിൽ കാണിക്കുന്ന നമ്മുടെ രാഘവേട്ടൻ സിറ്റൗട്ടിൽ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വന്ന് നിന്നിട്ട് ആലോചിക്കുക. എൻ്റെ മകൻ്റെ മനസ്സ് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അവൻ അമ്മയുടെയും ഭാര്യയുടെ ഒക്കെ ഇടയിൽ കിടന്ന് അവൻ ഒത്തിരി മാത്രം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാണോ എൻ്റെ കുഞ്ഞിനൊരു മനസ്സമാധാനം കിട്ടുന്നത്? രാഘവേട്ടൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു അതിനേക്കാളും സങ്കടത്തിൽ തിരിച്ച് പോയ പോലെ തിരിച്ച് വരുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് രാഘവേട്ടൻ ചോദിക്കുന്നത്, അച്ഛൻ ഇവിടെ ഇരിക്കണോ, അച്ഛൻ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ലടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മനസ്സിന് ഒരു സ്വസ്ഥതയില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്നാൽ ഈ തണുത്ത കാറ്റടിക്കുമ്പോഴെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നതെങ്കിൽ കിട്ടട്ടെ എന്നിട്ട് ഇവിടെ വന്നിരുന്നേ. ഇവിടെ ഇരുന്നാൽ വല്ല ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ നാളെ തൊട്ട് ഇവിടെ ഇരിക്കാൻ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുവും കൂടെ പറഞ്ഞിട്ട് അവിടെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം വിഷ്ണുവിന് ഭയങ്കര സങ്കടം. എൻ്റെ കയ്യിൽ നിന്ന് പറ്റി ഒറ്റൊരു കുഴപ്പമുള്ള അച്ഛൻ, എനിക്ക് ആരെയും തള്ളി പറയാൻ അറിയത്തില്ല. ആരോടും എന്താണ് കടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ട, നിങ്ങൾ ഒരാൾ മതി എന്ന് എനിക്ക് ആരെയും തള്ളി പറയാൻ അറിയാത്ത കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രമാത്രം ദുഃഖിക്കുന്നത്. എനിക്ക് ഷാനിയെ വേണ്ടാന്ന് വെക്കാനും പറ്റില്ല, അമ്മയെ വേണ്ടാന്ന് വെക്കാനും പറ്റില്ല, ആരെയും ധിക്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, ആരെയും വേണ്ടാന്ന് വെക്കാൻ ഞാൻ പഠിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും സങ്കടപ്പെടുന്നത് പറഞ്ഞിട്ട് വിഷ്ണു ഭയങ്കര ഇമോഷൻ വരും. അപ്പോഴത്തേക്കും വിഷ്ണു പറയും, ഇനി ഇവിടെ എന്നാൽ ശരിയാകത്തില്ല അച്ഛൻ, ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു നേരെ പോയിട്ട് എന്താണ് വിഷ്ണുവിൻ്റെ ആ റൂമിൻ്റെ അവിടെ സിറ്റ് ഔട്ട് ഉണ്ടോ ഓപ്പൺ ടെറസിനകത്തുള്ള ആ ഭാഗത്ത് പോയിട്ട് ചിന്തിക്കുന്ന കാര്യം, ശാലിനി സത്യമോളെ കുറിച്ച് അന്ന് വീട്ടിൽ വന്നത് സത്യമോൾ ഈ വീട്ടിലെ തന്നെ കുട്ടിയാണ്, സത്യാമ്മയുടെ സ്വന്തം ചോര എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിൽ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്ന കാണിച്ചാണ് ഇന്ന് കണ്ട എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാത്ത ഒരു വീഡിയോ കൂടെ ഇടുന്നത് അതിനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ഷെയർസ് ലൈക്സ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ്. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ എപ്പിസോഡാണെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ. ബൈ.